ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളൊരു കുട്ടി ലണ്ടൻ ട്രിപ്പ് പോവാണേ. വേറൊന്നും കണ്ടല്ല, നമ്മുടെ ബേബി കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. നവംബർ 14 ബേസിലിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മളൊരു 2 days ലണ്ടനിൽ പോയി. അപ്പോൾ ഓൺ ദ വേയിൽ ഒരു കോഫി ബ്രേക്ക് ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. ഈവനിങ് ആയപ്പോഴത്തേക്കും ലണ്ടൻ എത്തി കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഒക്കെ കണ്ടാണ് അവിടെ എത്തിയത്. ഫസ്റ്റ് തന്നെ നമ്മൾ പോയി റൂമിലേക്കാണ് കേട്ടോ. Airbnb ത്രൂ ആണ് റൂം എടുത്ത്. അവിടെ പോയി നമ്മുടെ ലഗേജ് എല്ലാം വെച്ച് പിന്നെ നമ്മൾ പോയത് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലാണ് കേട്ടോ. ദായി കാണുന്ന ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതൊന്ന് നേരിട്ട് കാണുന്ന ഈ ലൈറ്റ്സ് അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. അതിനുശേഷം നമ്മൾ നേരെ റൂമിൽ വന്നു. ഫുഡൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നേ. റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ബേബിക്കുട്ടനൊരു ചെറിയ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പേസ്ട്രി ഞാൻ അന്നേരം ഓർഡർ ചെയ്തതാണ്. അതൊക്കെ കട്ട് ചെയ്ത് അന്നത്തെ ഡേ അങ്ങനെ എൻജോയ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നേരെ പോയത് സെൻറ്റ് പോൾസ് കത്തീഡ്രലാണ്. ഇതിന് മുന്നേ ലണ്ടനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സെൻറ്റ് പോൾസ് കത്തീഡ്രലിൽ കയറിയിട്ടില്ല. കാരണം അവിടെ ലഗേജ് അലൗഡ് അല്ലായിരുന്നു. നമ്മുടെ കയ്യിൽ ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വട്ടം നമ്മൾ എന്തായാലും അത് ഓർത്ത് വെച്ച് തന്നെ ലഗേജ് എല്ലാം റൂമിൽ വെച്ചിട്ട് നേരെ പോയത് സെൻറ്റ് പോൾസ് കത്തീഡ്രലാണ്. ഇതൊരു 300 years പഴക്കമുള്ളൊരു കത്തീഡ്രലാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ നിങ്ങളെ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ലെന്ന് കാണിച്ച് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ കാണിക്കാൻ. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇതെല്ലാം ശരിക്കും നേരിട്ട് നമ്മുടെ കണ്ണും കൊണ്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ്. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്. കുറേ സ്റ്റെപ്സ് കയറിയാലാണ് ഈ ഒരു വ്യൂവിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. നന്നായിട്ട് ടയേർഡാവും. അവിടുന്ന് പിന്നെ നേരെ പോയത് ലണ്ടനിലെ ബറോ മാർക്കറ്റിലാണ് കേട്ടോ. ഇതൊരു അമേസിങ് മാർക്കറ്റാണ്. ഒത്തിരി ഫുഡ്സ് ഉണ്ട് ഇവിടെ ട്രൈ ചെയ്യാനായിട്ട്. ഞങ്ങൾ ഫ്രഷ് ഫുഡ്, അത് ഫ്രഷ് ഓയസ്റ്റർ ട്രൈ ചെയ്തു, കുറേ സീ ഫുഡ് ട്രൈ ചെയ്തു, പിന്നെ നമ്മുടെ ഫേമസ് സ്ട്രോബെറി ആൻഡ് ചോക്ലേറ്റ് ഒരു ഡിപ്പ് ഉണ്ടല്ലോ അത് ട്രൈ ചെയ്തു. അങ്ങനെ കുറേ കഴിച്ചു അവിടുന്ന്. ബറോ മാർക്കറ്റിൽ നിന്ന് ഇനി വാങ്ങിച്ച് കഴിക്കാത്തതായിട്ട് ഒന്നുമില്ല. അവിടെ നിന്ന് അത്രയും കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ലണ്ടനിലെ സീ ലൈഫ് അക്വേറിയം കാണാനാണ്. ഇത് അക്വേറിയം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കടലിലെ മീനുകളുണ്ട്. പിന്നെ പെൻഗ്വിൻസ് ഉണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. കാരണം അവരെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടത്. ഇതുപോലെ ജെല്ലി ഫിഷ് ഉണ്ട്, പല ടൈപ്പിലുള്ള ജെല്ലി ഫിഷ് ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ പിന്നെ പോയത് ലണ്ടൻ ഐയിലേക്കാണ്. ഇതിൻ്റെ എല്ലാം ടിക്കറ്റ്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. ലണ്ടൻ ഐയിലും ഒരു മസ്റ്റ് വിസിറ്റ് ആണ്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അത്രയും നല്ലതായിരിക്കും. ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലണ്ടനിലെ എൻറ്റയർ വ്യൂ കാണാൻ പറ്റും. അതും ഞങ്ങൾ ഈവനിങ്ങാണ് ബുക്ക് ചെയ്ത്. അപ്പോൾ ചെറിയൊരു സൺസെറ്റൊക്കെ കാണാൻ പറ്റി. ഏകദേശം ഒരു 45 മിനിറ്റെങ്കിലും എടുത്തു കേട്ടോ ഈ ലണ്ടനിൽ നിന്ന് ഫുള്ള് കറങ്ങി വരാനായിട്ട്. എന്തായാലും അതൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. അങ്ങനെ ലണ്ടൻ എല്ലാം കണ്ട് നമ്മൾ നേരെ റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് ചെയ്ത് ഫ്രഷ് ആയിട്ട് നേരെ പോയത് ചൈന ടൗണിലേക്കാണ് കേട്ടോ. ചൈന ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാർക്കറ്റ് തന്നെയാണ്. അവിടെ ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻ റെസ്റ്റോറൻറ്റ്സ് ആണ് മെയിനായിട്ടുള്ളത്. അവിടെ പോയി നമ്മുടെ ബർത്ത്ഡേ ബേക്ക് ഒരു കിടിലൻ ഡിന്നറൊക്കെ കൊടുത്ത് അവിടെ നിന്ന് നേരെ പോയത് ടവർ ബ്രിഡ്ജ് കാണാനാണ്. ലണ്ടനിൽ വന്നിട്ട് ടവർ ബ്രിഡ്ജ് കണ്ടില്ലെങ്കിൽ എന്താ അല്ലേ. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ പോയത് വേറൊരു മാർക്കറ്റിട്ടാണ് കേട്ടോ. ഇവിടെ കുറേ മാർക്കറ്റുകളുണ്ട്. ഇത് ഒരു അടിപൊളി മാർക്കറ്റാണ്. പക്ഷേ ഈ മാർക്കറ്റ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നമ്മുടെ നാട്ടിലെ ബ്രോഡ്വേ ആണ് ഓർമ്മ വന്നത്. ശരിക്കും അതുപോലെ തന്നെയുണ്ട്. എന്തായാലും 2 ദിവസത്തെ ട്രിപ്പൊക്കെ അടിച്ചു പിടിച്ചതാണ്. നമ്മൾ ലണ്ടനോട് ബൈ പറയുകയാണ്. ഒരു കോഫി കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് നേരെ പോയത് ബേസിലിൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ അടുത്തായിട്ടാണ്. അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് രാത്രി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വെളുപ്പിന് 2 മണിക്കാണ് എത്തിയത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ലണ്ടൻ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ബൈ.